സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗോൾഡ് നമ്മുടെ ബൈസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാർ കളക്ഷൻ കാണിക്കാൻ പോകണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു ചേട്ടൻ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു കാർ കളക്ഷൻ കാണിക്കാൻ. അപ്പം നമ്മുടെ കാർ കളക്ഷൻ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആ ഒരു റിവീലിംഗ് വീഡിയോ, കാർ റിവീലിംഗ് വീഡിയോ ഏകദേശം 2K വ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആ പോളോ ട്രിപ്പ് വീഡിയോ ഏകദേശം 800 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്യൂസ് സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് ഈ ഒരു കാറാണ്. ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറൊരു കാറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ CPM പൈസയ്ക്ക് ഞാൻ മേടിക്കുന്ന ഫസ്റ്റ് വണ്ടിയാണ്. ഇതാണ് നമുക്ക് ചുറ്റൊക്കെ കാണിച്ചു തരാം. ഈ സ്റ്റിക്കർ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി അടിച്ചതാണ്. കണ്ടോ, പ്രത്യേകിച്ചൊന്നും നമ്മളങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ. നമ്മൾ സെക്കൻഡ് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമിൽ കയറുമ്പോൾ എല്ലാം പ്ലേസിനും കിട്ടുന്ന ആ ഒരു വണ്ടിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ വെറുതെ കിടക്കുവാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനെ വെറുതെ കിടക്കുവാണ്. ഇത് നമ്മൾ ഗെയിമിൽ കയറുമ്പോൾ എല്ലാം പ്ലേസിനും കിട്ടുന്നൊരു വണ്ടിയാണ്. നമ്മളൊന്നും കൊടുക്കണ്ട, പൈസ പോലും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കിട്ടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ മറ്റേ വണ്ടി ഫസ്റ്റ് കാണിച്ചത്. അപ്പം നമ്മളെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് വേണ്ട നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഇതാണ് നമ്മൾ മോഡിഫൈഡ് ചെയ്ത് കഴിഞ്ഞുള്ള വണ്ടി. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. ഇത് നമ്മൾ ബോഡി കിറ്റൊക്കെ കയറ്റി നല്ല കളറൊക്കെ അടിച്ച് പിന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടൊക്കെ വേണം. ഇത് ഞാൻ എടുക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് ഈ ഒരു കമൻറ്റ് ഫസ്റ്റ് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ വണ്ടിയും കൊടുക്കും. മീൻസ് ഈ ഒരു വണ്ടി എനിക്ക് വേണമെന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ആ ഒരു പുള്ളിക്ക് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുത്താൽ തിരിച്ച് എന്ന് വെച്ചാൽ ഒരു റിപ്ലൈ കൊടുത്താൽ നമുക്ക് തിരിച്ച് ആ പുള്ളി കാണുമോ അതിന് റെസ്പോൺസായിട്ട് എന്തെങ്കിലും പറയണം, എന്നാലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് വണ്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോർത്ത് വണ്ടിയാണെങ്കിൽ ഫോർത്ത് വണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി എനിക്ക് വെറുതെ കിട്ടിയപ്പോൾ ഇങ്ങനെ കിടക്കുവാണ്. അതാണ് കാണാം. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, കിട്ടിയോ അതുപോലെ കിടക്കുവാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയും അങ്ങനെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയില്ലതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വണ്ടിയൊക്കെ പെട്ടെന്ന് കാണിച്ചു പോകുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബാക്ക് എന്തോ ഒരു വല്ലാത്ത ഷേപ്പാക്കി കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുണ്ട്. ഇത് ഇത്രയും നാളൊരു കിറ്റ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡിസൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഈ ഇടയ്ക്കാണ് ഇളക്കി കളഞ്ഞത്. പിന്നെ ടയറൊക്കെ ഞാൻ മേടിച്ചവനാണെങ്കിൽ എന്തോ പുറത്തോട്ടൊക്കെ തള്ളി വെച്ചേക്കാണ്. പിന്നെ ഈ വണ്ടി എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റൂമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു ഹൂ ആൻഡ് സേ ഫ്രീ കാറെന്ന്. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ലക്ഷറി കാർ എന്നൊക്കെ പറഞ്ഞാണ് നോക്കിയത്. പക്ഷേ ചേട്ടൻ നന്ദി ഈ ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടി കോയിൻ കാർ എങ്ങാണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുണ്ട്. ഇത് നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയാണ്, ഇൻസ്പയർ ആയി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വേണ്ട നമ്മൾ ഗെയിമിൽ ഏറ്റവും താത്താൻ പറ്റുന്ന എത്രയാണോ അത്രയും താത്തി വെച്ചേക്കുവാണ്. ഈ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് കാണാം. ചെറിയ ചെറിയ പണികളുണ്ട്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇതേണ്ട ഷാജി പാപ്പൻ, അതൊരു വണ്ടി. പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വേൾഡ് സെയിലിലോട്ട് വിൽക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ നാക്കൊന്നും നിങ്ങൾ മൈൻഡ് ഉണ്ടാവും, വെനത്തിൻ്റെ അതെനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത നമ്മുടെ വണ്ടിയാണ് നമ്മുടെ ഓൾഡ് ബെൻസാണ്. ഈ ഒരു വണ്ടി റിയൽ ലൈഫിൽ കാണാൻ തീയാണ്, ഗെയിമിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ബോഡി കിറ്റ് കയറ്റിയപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത്. അപ്പം ഞാൻ ബോഡി കിറ്റ് അതുകൊണ്ടാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഈ ഒരു വണ്ടി കാണാൻ നല്ല ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റിയൽ ലൈഫിലുള്ള ട്രാവലറിൻ്റെ കൂട്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ നിന്നപ്പം ഒരു റൂമിൽ ഇങ്ങനെ ഒരാളുണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്കും ഉണ്ടാക്കിക്കൂടാന്ന് ഞാൻ ട്രൈ ചെയ്തേ ഉള്ളൂ. നടന്നില്ല. പക്ഷേ പിന്നെ ഈ ഒരു വണ്ടിയുണ്ട്. ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു വിൻറ്റേജ് വണ്ടി, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഫ്രീ ആയിട്ട് തന്നതാണ്. ഇത് വേറൊരു കളറായിരുന്നു, ഞാൻ പിന്നെ ഈ ഒരു കളറിലോട്ടൊക്കെ മാറ്റിയതാണ്. ഒരാൾ കഴിഞ്ഞ ദിവസം ഫ്രീ ആയിട്ട് കളിച്ചോണ്ടിരുന്ന റൂമിൽ ഒന്ന് സെല്ല് ചെയ്തതാണ്. അപ്പം നമ്മളങ്ങ് മേടിച്ച്, ആരും ആ വണ്ടി അങ്ങനെ മേടിച്ചില്ലായിരുന്നു ഫസ്റ്റ്. പിന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മളങ്ങ് മേടിച്ചു. കിട്ടുന്നതിന് നമ്മൾ പഴക്കില്ല, അത്ര നമുക്ക് പറയുള്ളൂ. പിന്നെ സൂപ്പറുണ്ട്. എനിക്കൊരു കിടില സൂപ്പറുണ്ട് എന്ന് വെച്ചാൽ സ്റ്റിക്കറൊക്കെ അടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൂപ്പർ ഉണ്ടായിരുന്നു. അതെൻ്റെ മണ്ടത്തരം കൊണ്ട് പോയി അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പം അത് പറയുന്നത് നമ്മുടെ വണ്ടി ഈ വീഡിയോയുടെ ലെങ്ത്തും കൂടും, വണ്ടിയും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി നമ്മുടെ സിവിക്കാണ്. ഇത് ഞാൻ ഒരാളിങ്ങനെ വിറ്റായിട്ട് അപ്പം തന്നെ അവരുടെ അടുത്ത് ഇതിട്ട് മെസ്സേജൊക്കെ ഇട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ്. കേട്ടോ, ലൂക്ക എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയാണ്. നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. എൻ്റെ സിവിക്കാണ്.
നമ്മളിതുവരെ കാണിച്ചില്ലാത്തൊരു വണ്ടിയാണ് ഇത്. ലൂക്ക എന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി നമ്മുടെ പേര്. അപ്പോൾ പിന്നെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആകെ ഞാൻ ചെയ്തിട്ടുള്ള കേരള പോലീസ് എന്നുള്ളതാണ്. ഇത് ഞാൻ മേടിക്കാനുള്ള മെയിൻ കാര്യം ഇത് പോലീസ് വാഹനമായതുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് ഗെയിമിൽ പോലീസ് ആക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരു അൺലോക്ക് ആക്കണമെങ്കിൽ 100 രൂപ എങ്ങാണ്ട് കൊടുക്കണം. അപ്പം ഈ ഒരു മച്ചാനാണെങ്കിൽ 6 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി വിറ്റത്. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് ബെൻസ് തന്നെയാണ്. അതേണ്ട നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇൻട്രോയിൽ ചിലവരൊക്കെ കണ്ടു കാണും ഈ ഒരു വണ്ടി. ഇത് നമ്മുടെ കേരളത്തിലുള്ളൊരു വണ്ടിയാണ്. അപ്പം അതിൻ്റെ ഇൻസ്പയറായി നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ ഈ ഗോക്സോൺ ഉണ്ട്. ഗോക്സോണ് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു വണ്ടി മനസ്സിലായി കാണുമായിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഗോക്സോണ്. അത് കഴിഞ്ഞുള്ള നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് നമ്മൾ പജേറോ ആക്കിയതാണ്, പജേറോ രീതിയിലാക്കിയതാണ്. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വയർ BM ആണ്. ഇത് നിങ്ങൾ അവസ്ഥ നോക്കണ്ട, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയതാണ്. അപ്പോൾ ആ ട്രിപ്പ് പോയപ്പോൾ നമ്മൾ സ്നോലാൻഡിലാണ് പോയത്. അപ്പം സ്നോലാൻഡിൽ ഇട്ട് കുറച്ച് നേരം ഓടിച്ചൊക്കെ കഴിഞ്ഞാൽ വണ്ടിയിലിച്ച് ഇങ്ങനത്തെ ഒരു മഞ്ഞൊക്കെ പറ്റി പിടിക്കും. അതങ്ങനെ ആയത്. അതൊരു ദിവസം വാഷ് ചെയ്യണം ഗൈസ്, ഏതെങ്കിലും റൂമിൽ കയറി വാഷ് ചെയ്യണം. അത് കഴിഞ്ഞുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റിന് മുമ്പുള്ള അപ്ഡേറ്റ് എല്ലാവർക്കും കൊടുത്തൊരു വണ്ടിയാണ്. ഇത് നമ്മൾ മേളിലൊരു 10 ബാഗൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി വരുമ്പോൾ ഒരു 10 ബാഗ് ഇതാണ്. ബാക്കി വരുമ്പോൾ തന്നെ ഒരു ഏണിയൊക്കെ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടി. പിന്നെ നമ്മുടെ ലാൻഡ് റോവർ ഉണ്ട്. ഇതും വെറുതെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം പിന്നെ നമ്മുടെ ഈ ഒരു BM ഉണ്ട്. ഇത് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം ഇതുമുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി സെൽസിയാണ്. ഇത് ഞാനല്ല ഈ ടൊയോട്ടയുടെ ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ പരിപാടിയാണ്. അവൻ എൻ്റെ വേറൊരു വണ്ടിയിലും ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പോർഷ ഉണ്ട്. ഇത് എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ചെയ്യണം ഗൈസ്, എന്തെങ്കിലും ഡിസൈനൊക്കെ അടിക്കണം വണ്ടിയിൽ. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി നമ്മുടെ ഒരു ട്രക്കാണ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ള ഗാലക്സി ടീംസിൻ്റെ വണ്ടി. ഗാലക്സി ടീംസിൻ്റെ നെയിം അടിച്ചിട്ടുണ്ട്. പേരിട്ടേക്കുന്ന ലണ്ടൻ എന്നൊക്കെയാണ്. അപ്പം ഞാൻ ചുമ്മാ ഇട്ടൊരു പേരാണ്. പിന്നെ അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു സ്ലീപ്പർ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ സ്ലീപ്പർ ബസ്സൊന്നും അല്ല, നമ്മുടെ ഒരു സാധാ ബസ് തന്നെയാണ്. ഞാൻ പിന്നെ ഈ ഒരു ബസ് അങ്ങ് സ്ലീപ്പർ ബസ്സാക്കി അങ്ങ് എടുത്തു. ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്ന മോഡലാണ്. റിയൽ ലൈഫിലുണ്ട് ഈ ഒരു വണ്ടി. കാണുന്നുണ്ട് ബുക്കിംഗ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1S എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ 1S ത്രിലോഗ്. ഇത് നമ്മുടെ മെയിൻ ബസ്സാണ്. നമ്മുടെ ബസ് ഇത് നമ്മുടെ ബസ്സാണ് ഏസുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ്. അതുകൊണ്ട് പോലീസ് വെക്കത്തില്ല. പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ വെറുതെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. കണ്ട ഇത് ടോയ്ന്ന വണ്ടിയാണ്. ഇത് വെറുതെ കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റിക്കറൊക്കെ അടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ അടുത്ത വണ്ടിയെന്ന് പറയുക പ്രത്യേകിച്ചൊന്നും പറയില്ല. അതുകൊണ്ട് ഈ വണ്ടിയെപ്പറ്റി എനിക്കൊന്നും പറയില്ല. അതുകൊണ്ട് അങ്ങ് മാറ്റുവാണ്. പിന്നെ ഈ ഒരു വണ്ടിയെന്ന് പറഞ്ഞാൽ ഇത് 6 ലക്ഷം രൂപയ്ക്ക് കിട്ടിയതാണ്. ഇത് കളറും പിന്നെ ചെറിയ മോഡലൊക്കെ കൊള്ളാവുന്നതുകൊണ്ട് നമ്മളങ്ങ് മേടിച്ച വണ്ടിയാണ്. പിന്നെ നമ്മളെ M4 ഉണ്ട്. M4 പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. M4 എന്തെങ്കിലുമൊക്കെ ചെയ്യണം. M4ലും പോർഷയിലും എന്തൊക്കെയും ചെയ്യണമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ M5 നമ്മൾ ചെയ്തേക്കുന്ന ടോപ്പ് ഇതാക്കിയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാർബൺ അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ചാനലിലേക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ വണ്ടി. പിന്നെ വേണ്ട നമ്മുടെ ഡിഫൻഡർ ഉണ്ട്. നമ്മുടെ ഡിഫൻഡർ ഉണ്ട്. ഡിഫൻഡറിൽ നമ്മൾ വണ്ടി കിട്ടുന്ന ബോഡി കിറ്റും പിന്നെ കുറച്ച് ഡിഫൻഡർ എന്നൊക്കെയുള്ള ഫ്രണ്ടിലുള്ള അതും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ LC ആണ് കഴിഞ്ഞ ഈ അപ്ഡേറ്റ് വന്നേ. അപ്പം ഇത് CPM കളിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. LC എടുക്കുക പജേറോ ആക്കുക. അപ്പം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ മുമ്പേ അറിഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ വേറൊരു കലാവിരുദ്ധം ഉണ്ടെന്ന്. ഇതിന് പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ സസ്പെൻഷൻ നോക്ക്, കണ്ടോ, വണ്ടി കിടന്ന് തുള്ളിയാണ് ചാടുന്നത്. ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ പരിപാടിയാണ്. സൈഡിൽ ഇങ്ങനെ വെള്ള സ്റ്റിക്കർ അടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി ഒരു ട്രക്ക് ഉണ്ട്. ഒരു ഡെയിലി ഈ 2 വണ്ടി ഡെയിലി റിവാർഡിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ വണ്ടിയെ പറ്റി പ്രത്യേകിച്ച് ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരിക്കണം. അതുവരെ ബൈ.